തിരുവനന്തപുരം പേട്ടയിൽ നിന്നും 2 വയസ്സുകാരിയെ കാണാതായിട്ട് ഇപ്പോൾ 10 മണിക്കൂർ പിന്നിടുകയാണ്. 10 മണിക്കൂറായിട്ടും ഈ കുട്ടിയെപ്പറ്റി യാതൊരു വിവരവും പോലീസിന് നൽകാൻ കഴിയുന്നില്ല. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയത്. മാത്രമല്ല, സമീപത്തുള്ള വിജനമായ സ്ഥലങ്ങൾ, ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പോലീസ് അന്വേഷണം നടത്തിയിട്ടും ഈ കുട്ടിയെപ്പറ്റി യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ബീഹാർ സ്വദേശിയായ നാടോടികളുടെ 2 വയസ്സുള്ള ബാലികയാണ് കാണാതായത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് കാണാതായതായി സംശയിക്കുന്നത്. കുട്ടി സഹോദരങ്ങൾക്കൊപ്പം കിടന്നുറങ്ങുമ്പോഴാണ് കാണാതാകുന്നത്. ആരോ തട്ടിക്കൊണ്ടുപോയി എന്നൊരു സൂചനയാണ് മാതാപിതാക്കൾ നൽകുന്നത്. എന്നാൽ മാതാപിതാക്കൾ സഹോദരങ്ങൾ പറയുന്നതനുസരിച്ച് മഞ്ഞ സ്കൂട്ടറിൽ സഞ്ചരിച്ച 2 പേർ കടന്നു പോകുന്നതായി കണ്ടു എന്ന് പറയുന്നു. ഈ സഹോദരന്മാരുടെ മൊഴികളിൽ, പോലീസിന് നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. അതിനാൽ പോലീസ് ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് മാതാപിതാക്കളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം മാതാപിതാക്കളും സഹോദരങ്ങളായ കുട്ടികളും പറയുന്നതിൽ പോലീസിന് ഒരു വ്യക്തത സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. ഇവരിൽ നിന്നും കൃത്യമായ ഒരു വിവരം, കൃത്യമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ മാത്രമേ ഈ കുട്ടിയെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കൂ എന്നുള്ളൊരു നിഗമനത്തെ തുടർന്ന് പോലീസ് ഇവരെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഏതായാലും 1 മണി മുതലാണ് ഈ കുഞ്ഞിനെ കാണാതായിരിക്കുന്നത്. 2 വയസ്സുള്ള കുട്ടിയാണ്. കാണാതാവുന്ന സമയം കറുപ്പിൽ വെള്ളപ്പുള്ളിയുള്ള ഒരു ബനിയൻ മാത്രമാണ് ധരിച്ചിരുന്നത്. 2 പേർ സമീപത്ത് സ്കൂട്ടറിൽ പോയതായി, പുലർച്ചെ പോകുന്നത് കണ്ടതായും സഹോദരങ്ങൾ മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇത് പോലീസിനെ ഉറപ്പിച്ച് ആ ഒരു ഭാഗത്തേക്ക്, ആ ഒരു രീതിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. കാരണം CCTV ദൃശ്യങ്ങൾ, ആ മേഖലയിൽ ലഭിക്കാവുന്ന CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കൾ ഇവരുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശം, അതായത് തിരുവനന്തപുരം പേട്ട എന്നൊരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് നിരവധി അന്യസംസ്ഥാന തൊഴിലാളികൾ തമ്പടിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇതര സംസ്ഥാനക്കാരെ, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കളുമായി ബന്ധമുള്ള ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം പോലീസ് നടത്തിയിരുന്നു. എന്നാൽ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെ ചോദ്യം ചെയ്യണം. ഇവരുടെ ഇടപാടുകൾ, ഇവർ കുറേ വർഷങ്ങളായി തിരുവനന്തപുരത്ത് തേനെടുക്കുന്ന ജോലിക്കായി വന്നവരാണ്. ഇവർ പേട്ടയിൽ ഒരു ആളൊഴിഞ്ഞ ഒരു ഗ്രൗണ്ടിലാണ് ഇവർ കിടക്കുന്നത്. അങ്ങനെ 4 കുട്ടികളാണുള്ളത്. 4 കുട്ടികളും ഒരുമിച്ച് കിടക്കുമ്പോഴാണ് ഇന്ന് പുലർച്ചെ 2 വയസ്സുള്ള കുഞ്ഞിനെ കാണാതായിരിക്കുന്നത്. ഇതേ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അന്വേഷണം നടത്തിയത്. പോലീസ് 4 സ്ക്വാഡുകളായി തിരിഞ്ഞ് വെവ്വേറെ പ്രദേശങ്ങളിൽ അന്വേഷണം നടത്തി. ഒപ്പം നാട്ടുകാരൊക്കെ ഈ പോലീസിനെ അന്വേഷണത്തിനായി സഹായിക്കുന്നുണ്ട്. പോലീസ് സോഷ്യൽ മീഡിയയിലൊക്കെ കുട്ടിയുടെ ചിത്രം അടക്കം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അറിയിക്കണം. എന്നാൽ ഈ CCTV ദൃശ്യങ്ങളിൽ ചില സൂചനകൾ കണ്ടെത്തിയതിൽ ചില സൂചനകൾക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കുട്ടി എവിടെയാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഖേദകരമായ ഒരു വാർത്ത നമുക്ക് പുറത്തുവിടാനുള്ളത്. ഏതായാലും മാതാപിതാക്കളെ അവരുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ചോദ്യം ചെയ്യൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുകയാണ്. ഏതായാലും മണിക്കൂറുകൾക്ക് പിന്നിടുകയാണ്. 2 വയസ്സുള്ള ഒരു ബാലികയാണ്, നാടോടി ദമ്പതികളുടെ ബാലികയാണ്. ആ കുട്ടിയെ കണ്ടെത്തി നൽകേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്. കുട്ടിക്ക് ഒരു പോറൽ പോലും ഏക്കാതെ മാതാപിതാക്കളെ തിരികെ ഏൽപ്പിക്കേണ്ടത് നമ്മുടെ പോലീസിന്റെ ബാധ്യതയാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് പോലീസ് വളരെ ഊർജിതമായി തന്നെയാണ് ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും കുട്ടിയെപ്പറ്റി യാതൊരു സൂചനകളും ലഭിച്ചിട്ടില്ല എന്നുള്ളതൊരു ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ കുട്ടിയെ കണ്ടെത്താനാകും. കുട്ടി അല്ലെങ്കിൽ മാതാപിതാക്കൾക്കരികിലേക്ക് തിരികെ എത്തും എന്ന് തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷ.